സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തത്സമയം പ്രൗഢോജ്വലമായ ഒരു ഉദ്ഘാടന ചടങ്ങിനാണ് നാം എല്ലാം സാക്ഷ്യം വഹിച്ചത്. ഇനി അങ്ങോട്ട് 22-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ കണ്ണൂർ ജില്ലയിലെയും കണ്ണൂർ ജില്ലയുടെ അയൽവക്കത്തുള്ള ജില്ലകളിലെയും ഒപ്പം കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമായി എത്തുന്ന മുഴുവൻ ജനാവലിക്കും കണ്ണിനും കരളിനും കൗതുകമായി നമ്മുടെ കുട്ടികൾ അവരുടെ കലാരൂപങ്ങൾ വിവിധ സ്റ്റേജുകളിൽ അവർ അവതരിപ്പിക്കും. തെയ്യങ്ങളുടെയും തിറകളുടെയും നാടായ കണ്ണൂർ, കലയുടെയും സാംസ്കാരിക തനിമയുടെയും നാടായ കണ്ണൂർ എന്നും എക്കാലവും കേരള സ്കൂൾ കലോത്സവത്തിന് മാത്രമല്ല, മറ്റേത് സാംസ്കാരിക സാഹിത്യ വിദ്യാഭ്യാസ പരിപാടികളെല്ലാം എത്ര വലിയ സമ്മേളനങ്ങളായാലും ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആതിഥേയത്വം വഹിക്കുന്ന കണ്ണൂരിലെ ജനത വളരെയേറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അത്തരം സംരംഭങ്ങളെല്ലാം ഏറ്റെടുത്ത് വിജയിപ്പിച്ച ചരിത്രം മാത്രമേ കണ്ണൂരിനുള്ളൂ. സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും തനിമയാർന്ന മണ്ണെന്ന് പേര് കേട്ട കണ്ണൂർ ഇതിനു മുൻപ് 10 വർഷം മുൻപ് നടത്തിയിട്ടുള്ള സ്കൂൾ കലോത്സവവും ഏറ്റവും ഗംഭീരമായിരുന്നു എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അതിനെയെല്ലാം കവച്ചു വെക്കുന്ന വിധത്തിൽ ഇന്ന് സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിനു പുറമെ അതൊന്ന് നേരിട്ട് കാണുന്നതിന് വേണ്ടി ഒഴുകിയെത്തിയിട്ടുള്ള ജനസഞ്ചയം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഈ ചെറിയ പട്ടണത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ജനാവലി ആയിരിക്കുമോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്ന് നമുക്ക് ആശങ്കയുണ്ട്. എത്ര ലക്ഷം ജനങ്ങൾ ഓരോ ദിവസവും വന്നു കഴിഞ്ഞാൽ പോലും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ വളരെയേറെ സന്തോഷത്തോടുകൂടി ഈ ദിവസങ്ങൾ നമ്മുടെ കുട്ടികളുടെ കലാവിരുന്നുകൾ ആസ്വദിച്ച് കണ്ടു പോകാൻ കഴിയത്തക്ക വിധത്തിൽ ഈ കലോത്സവം ഒരു വലിയ വിജയമാക്കുന്നതിന് കഴിഞ്ഞ 1 മാസക്കാലമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘാടക സമിതി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികവാർന്ന ഒരു സംഘാടന രീതിയിലൂടെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ശരിയായി ശ്രദ്ധിച്ച് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കോർപ്പറേഷൻ മേയറും കണ്ണൂർ ജില്ലാ കലക്ടറും ഒപ്പം DPI ഉൾപ്പെടെ ഇവിടെ വിവിധ സംഘടനകളുടെ നേതൃത്വം എല്ലാം മാറ്റിവെച്ച് ഈ വലിയ ഏഷ്യയിലെ മഹാമേള വിജയിപ്പിക്കുന്നതിന് 12,000 ഏകദേശം 14,000 വരും എന്ന് പറയുന്നുണ്ട്. അത്രയേറെ കുട്ടികളും അവരുടെ രക്ഷാകർത്താക്കളും അധ്യാപകരും ഒത്തുചേരുന്ന ഈ മഹാമേള തീർച്ചയായും കണ്ണൂർ വരവേൽക്കുകയാണ്. ഒരു പരാതിയും ഇല്ലാതെ തന്നെ, കുട്ടികൾ തമ്മിൽ മത്സരരംഗത്തുണ്ടാകുന്ന പരാതിയല്ല, ഈ സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതിയും ഉണ്ടാകാതിരിക്കുന്നതിന് ഏറ്റവും അധികം ശ്രദ്ധിക്കാൻ നമ്മുടെ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂരിലേക്ക് കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും അവരുടെ രക്ഷാകർത്താക്കളെയും അധ്യാപകരെയും സഹർഷം ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് വിജയാശംസകൾ നേരുന്നു. ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള രീതിയിൽ അവരുടെ ഓരോ ഐറ്റവും അവതരിപ്പിക്കുന്നതിന് അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ അവർക്ക് ആശംസകൾ നേരുന്നു. അവർക്കെല്ലാ വിജയവും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ മേള ഗംഭീരമായ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് കണ്ണൂരിലെ മുഴുവൻ ജനാവലിയും ഒന്നിച്ചൊറ്റക്കെട്ടായി ഇതിനു മുൻപെല്ലാം നടന്നതുപോലെ തന്നെ ഈ മേളയും വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നിച്ച് നമുക്ക് നിൽക്കണം, സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനായി എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മേള വലിയ ഒരു വിജയമാവട്ടെ. ചരിത്രത്തിൽ, പ്രത്യേകിച്ച് കലാമേളകളുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി, ഒരു ചരിത്ര സംഭവമായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി മാം.
ഇനി ആശംസ അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കണ്ണൂർ മേയർ കുമാരി ഇ പി ലതയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് മാഷ്, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, എനിക്കെത്രയും പ്രിയപ്പെട്ട കൂട്ടുകാരായ കുട്ടികളെ, മീഡിയ സുഹൃത്തുക്കളെ, 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും കണ്ണൂർ കോർപ്പറേഷനു വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. തറികളുടെയും തെയ്യങ്ങളുടെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും നാടായ കണ്ണൂരിലേക്ക് കേരളത്തിലെ മുഴുവൻ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യും. CK പത്മനാഭനെതിരെ നടപടിയുണ്ടാകും. കോട്ടയത്ത് നടക്കുന്ന നേതൃയോഗത്തിൽ CKP പിന്തുണച്ചത് K സുരേന്ദ്രൻ മാത്രം. നടപടി വേണമെന്ന് RSSും ആവശ്യപ്പെട്ടു. വിവരങ്ങൾ പ്രശാന്ത് നൽകും. പ്രശാന്ത്, നിലപാട് വ്യക്തമാക്കിയതിന്റെ പേരിൽ CK പത്മനാഭൻ നേതൃയോഗത്തിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണോ നിലവിലുള്ളത്? ഒപ്പം ഏത് തരത്തിലുള്ള ഒരു നടപടിക്കാകും സാധ്യത? ഗ്രീഷ്മ, BJP സംസ്ഥാന കൗൺസിലിന് മുന്നോടിയായി ചേർന്ന യോഗത്തിലാണ് CK പത്മനാഭന്റെ ചെഗുവേര പരാമർശത്തിൽ ശക്തമായിട്ടുള്ള ഒരു അതൃപ്തി RSS നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. RSS നേതൃത്വം ഇത്തരത്തിലുള്ള അതൃപ്തി അറിയിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, AN രാധാകൃഷ്ണൻ എന്നിവർ ആ നിലപാടിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ CK പത്മനാഭൻ മുൻപും നടത്തിയിട്ടുണ്ടെന്നും CK പത്മനാഭന്റെ ആ പ്രസ്താവനയെ അത്തരത്തിൽ കണ്ടാൽ മതിയെന്നുമായിരുന്നു മുരളീധര പക്ഷത്ത് നേതൃത്വത്തിലുള്ള K സുരേന്ദ്രൻ നടത്തുന്ന വാദം. എന്നാൽ സുരേന്ദ്രൻ മാത്രമാണ് CKP പിന്തുണയ്ക്കാൻ തയ്യാറായത്. എന്നാൽ ചെഗുവേരയെ അംഗീകരിക്കേണ്ട കാര്യം RSS ഇല്ല എന്ന നിലപാടിലും ഇത്തരം ഒരു വിവാദങ്ങൾ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി എന്നുമാണ് RSS നേതൃത്വം BJP നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും തുടർ ചർച്ചയാവുക. എന്തായാലും CKP നേതൃയോഗത്തിൽ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതേസമയം പിന്നീട് കോർ കമ്മിറ്റി ചേരുകയുണ്ട്. കോർ കമ്മിറ്റിയിൽ PK കൃഷ്ണദാസും PS ശ്രീധരൻപിള്ളയും പങ്കെടുക്കുന്നില്ല. PS ശ്രീധരൻപിള്ള അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. PK കൃഷ്ണദാസ് പാലക്കാട് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്താതിരുന്നത്. എന്തായാലും RSS നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുള്ള കടുത്ത അതൃപ്തി, അതിനെ തുടർന്നുള്ള ചർച്ചകളായിരിക്കും മുന്നോട്ട് പോവുക. CKP ഖേദം പ്രകടിപ്പിക്കണം എന്നൊരു നിലപാടിലേക്കാണ് പാർട്ടി നേതൃത്വം വരുന്നത്. എന്നാൽ നേതൃത്വം പ്രകടിപ്പിക്കാൻ തയ്യാറാകാത്ത, അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ CKPയുടെ വഴി എങ്ങോട്ട് എന്നുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നു. അതേസമയം CKP ഒരു ജനകീയ മുഖമാണെന്നും ആ CKPയെ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളുന്നൊരു സമീപനം ഉണ്ടായാൽ അത് പാർട്ടിയുടെ അടിത്തറയെ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്കയും ഒരു കൂട്ടം നേതാക്കൾ വെക്കുന്നു. എന്തായാലും AN രാധാകൃഷ്ണനും CK പത്മനാഭനും ഉയർത്തിവിട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ പുതിയ സമവാക്യങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് വലിയൊരു തർക്കങ്ങൾ നടക്കുന്നു. ആഭ്യന്തര കലാപം ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നു. തുടർന്ന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന കൗൺസിൽ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. വിവാദ വിഷയങ്ങളിൽ പിന്നീട് പ്രതികരിക്കാമെന്ന് CK പത്മനാഭൻ. പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്നും CK പത്മനാഭൻ പറഞ്ഞു. ഒരു വ്യത്യാസമൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള കേരളീയ സമൂഹത്തിൽ RSS പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവിടെ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് മനസ്സിലാക്കാൻ RSS തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായം പറയുന്നവരോട് രാജ്യം വിട്ടുപോകാൻ പറയാൻ RSSകാർക്ക് അവകാശമില്ല. അതേസമയം CK പത്മനാഭനെ പോലുള്ളവരുടെ അഭിപ്രായം കാണേണ്ടതുണ്ട്. BJPക്കാർക്കിടയിലും നേരായി ചിന്തിക്കുന്നവരുണ്ടെന്ന് ആണ് ഇത് തെളിയിക്കുന്നതെന്നും MDക്ക് സ്വന്തം അനുഭവം വിളിച്ചു പറയാൻ ആരുടെയും അനുമതി ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. ATMൽ നിന്നും പ്രതിദിനം പിൻവലിക്കാൻ പറ്റുന്ന തുകയുടെ പരിധി ഉയർത്തി. 10,000 രൂപയാണ് പിൻവലിക്കാൻ കഴിയുക. നേരത്തെ ഇത് 4,500 രൂപയായിരുന്നു. ആഴ്ചയിൽ പിൻവലിക്കാൻ കഴിയുന്ന തുക 24,000 തന്നെ നിലനിർത്തി. അതേസമയം കറണ്ട് അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ വരെ പിൻവലിക്കാം. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ആഴ്ചയിൽ പിൻവലിക്കാൻ സാധിക്കുന്ന തുകയുടെ പരിധി ഉയർത്താതെ ദിവസം ഒറ്റത്തവണ പിൻവലിക്കൽ പരിധി ഉയർത്തിയിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പിൻവലിക്കാവുന്ന തുകയുടെ പരിധി ഉയർത്തി 4,500 രൂപയായിരുന്നു അത്
തിരികെ വാർത്തകളിലേക്ക്. ജിഷ്ണു കോപ്പിയടിച്ചതായി കരുതുന്നില്ല എന്ന് അന്വേഷണ ചുമതലയുള്ള ADGP സുദേശ് കുമാർ. കോപ്പിയടിക്കാനുള്ള സാഹചര്യം പരീക്ഷാ ഹാളിൽ ഇല്ലെന്നും ജിഷ്ണു കോപ്പിയടിച്ചെന്ന് ദൃക്സാക്ഷികളാരും പറഞ്ഞിട്ടില്ലെന്നും ADGP വ്യക്തമാക്കി. അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഞാൻ എക്സാമിനേഷൻ ഹാൾ പോയി നോക്കി, അത് ഇരിക്കുമ്പോൾ കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. ആ അലൈൻമെന്റിലെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ എല്ലാം നമ്മൾ എല്ലാ ആംഗിൾസ് നോക്കുന്നുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ പോയി കയറി നോക്കി, അവിടെ എല്ലാ കാര്യവും നോക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് ഇൻവെസ്റ്റിഗേഷനിൽ വരുമല്ല. സംസ്ഥാന പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. പോലീസ് ഇന്റലിജൻസ് മേധാവിയായി മുഹമ്മദ് യാസിനെ നിയമിച്ചു. ആർ ശ്രീലേഖയെ ജയിൽ മേധാവിയായും രാകേഷ് തിവാനെ ഉത്തരമേഖല ADGP-ആയും നിതിൻ അഗർവാളിനെ ക്രൈംബ്രാഞ്ച് ADGP-ആയും നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. ടോമിൻ ജെ തച്ചങ്കരിയാണ് കോസ്റ്റൽ പോലീസ് ADGP. പോലീസ് ഇന്റലിജൻസ് മേധാവിയായിരുന്ന ആർ ശ്രീലേഖയെ ജയിൽ മേധാവിയായി നിയമിച്ചു. ഉത്തരമേഖല ADGP-ആയി DGP റാങ്കുള്ള രാകേഷ് ദിവാനെയാണ് നിയമിച്ചിരിക്കുന്നത്. മുഹമ്മദ് യാസിനാണ് പുതിയ ഇന്റലിജൻസ് മേധാവി. ക്രൈംബ്രാഞ്ച് ADGP-ആയി നിതിൻ അഗർവാളിനും പോലീസ് ആസ്ഥാനത്തെ ADGP-ആയി അനിൽകാന്തിനും നിയമനം നൽകി. IG-ആയി സ്ഥാനക്കയറ്റം ലഭിച്ച P വിജയന് എറണാകുളം റേഞ്ച് IG-ആയാണ് നിയമനം. KSCB വിജിലൻസ് ADGP-ആയിരുന്ന K പത്മകുമാറിനെ കേരള പോലീസ് ട്രെയിനിംഗ് അക്കാദമി ഡയറക്ടറായി നിയമിച്ചു. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് MD-ആയിരുന്ന ടോമിൻ തച്ചങ്കരിക്ക് ലഭിച്ച പുതിയ നിയമനം കോസ്റ്റൽ പോലീസ് ADGP. ക്രൈംബ്രാഞ്ചിൽ IG-1 മഹിപാൽ യാദവിനെയും IG-2 ആർ ശ്രീജിത്തിനെയും നിയമിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത്. സുധീഷ് കുമാർ ADGP ആംഡ് ബറ്റാലിയൻ, KK ലക്ഷ്മണ IG ഇന്റേണൽ സെക്യൂരിറ്റി, DIG-ആയി സ്ഥാനക്കയറ്റം ലഭിച്ച ഷഫീൻ അഹമ്മദ് പോലീസ് ആസ്ഥാനം അഡ്മിനിസ്ട്രേഷൻ DIG, ബൽറാം കുമാർ ഉപാധ്യായ പോലീസ് ഹൗസിംഗ് മേധാവി എന്നിങ്ങനെയും IPS തലപ്പത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. DCC പുനഃസംഘടനയിൽ ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടി മുകുൾ വാസ്നിക്കുമായി കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ മൻമോഹൻ സിംഗിനെ കാണുന്ന ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗ്രീഷ്മ, 6 മണിയോടുകൂടി രാഹുൽ ഗാന്ധിയുമായുള്ള ഉമ്മൻചാണ്ടിയുടെ കൂടിക്കാഴ്ച ആരംഭിച്ചു. രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തിയാണ് ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമായും A ഗ്രൂപ്പിനെ പുനഃസംഘടനയിൽ തഴഞ്ഞിരുന്നു. അതിനുള്ള പ്രതിഷേധം അറിയിക്കുക, അതിനോടൊപ്പം തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊരു ആവശ്യം കൂടി ഉമ്മൻചാണ്ടി ഉയർത്തും. കാരണം ഇതിനു മുന്നോടിയായി കേരളത്തിന്റെ ചുമതലയുള്ള മുകുൾ വാസ്നിക്, AK ആന്റണി, മൻമോഹൻ സിംഗ് തുടങ്ങിയവരെ കണ്ടിരുന്നു. മുകുൾ വാസ്നിക്കിനോട് AK ആന്റണിയോടും സംഘടനാ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണം എന്നൊരാവശ്യം തന്നെയാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചത്. അക്കാര്യം രാഹുൽ ഗാന്ധിയോടും പറയും. എന്തായാലും ഇന്നത്തെ ചർച്ചയോടുകൂടി പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വഴി ഉമ്മൻചാണ്ടിയും തേടുന്നുണ്ട്. ഇനി മുതൽ ഹൈക്കമാൻഡിനോടുള്ള പ്രത്യക്ഷത്തിലുള്ള നീരസം വെടിയുക, ഒപ്പം പാർട്ടി പരിപാടികൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് തീരുമാനം. അതിനാണ് മറ്റെല്ലാ പ്രതിഷേധങ്ങളും മാറ്റിവെച്ച് ഉമ്മൻചാണ്ടി ഇന്ന് ഡൽഹിയിൽ എത്തിയത് പോലും. രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 7 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണാമെന്നും കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ അറിയിക്കാമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സിഡ്കോ അഴിമതി കേസിൽ മുൻ MD സജി ബഷീറിനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് FIR സമർപ്പിക്കും. സിഡ്കോയിൽ വഴിവിട്ട് 27 പേരെ നിയമിച്ചതിനാണ് കേസ്. 2010-ൽ സിഡ്കോയിൽ നടന്ന ഉന്നത തസ്തികകളിലേക്കുള്ള 27 നിയമനങ്ങളിൽ വൻ ക്രമക്കേട് നടന്നതായാണ് വിജിലൻസിന്റെ ത്വരിത പരിശോധനയിലെ കണ്ടെത്തൽ. 7 പേരെ നിയമിക്കാൻ സർക്കാരിനോട് അനുമതി തേടിയതിനു ശേഷം 23 പേരെ നിയമിച്ചു. ആവശ്യമായ യോഗ്യതയില്ലാത്തവരെയാണ് ഉന്നത തസ്തികകളിൽ നിയമിച്ചത്. PSCക്ക് വിടേണ്ട നിയമനവും സിഡ്കോ ബോർഡ് തന്നെ നടത്തി. MD ആയിരുന്ന സജി ബഷീർ, വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി PC കാസിം എന്നിവർ ഇതിനായി ഗൂഢാലോചന നടത്തിയെന്നും ത്വരിത പരിശോധനാ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ക്രമക്കേട് നടന്ന സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ SP R സുകേശൻ നിർദ്ദേശിക്കുന്നു. ഇതനുസരിച്ച് സജി ബഷീറിനെ 1-ാം പ്രതിയും PC കാസിമിനെ 2-ാം പ്രതിയുമാക്കി FIR സമർപ്പിക്കാനാണ് വിജിലൻസ് തീരുമാനം. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ത്വരിതാന്വേഷണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിജിലൻസ് SP സുകേശിനെതിരെ DGP ശങ്കർ റെഡ്ഡിയുടെ കത്ത്. തനിക്കെതിരായ അന്വേഷണ ചുമതലയിൽ നിന്നും സുകേശിനെ മാറ്റണമെന്ന് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു. ശങ്കർ റെഡ്ഡിക്ക് DGP-ആയി അനധികൃത സ്ഥാനക്കയറ്റം ലഭിച്ചെന്ന കേസാണ് സുകേശൻ അന്വേഷിക്കുന്നത്. എന്നാൽ സുകേശൻ നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്ന വ്യക്തിയാണെന്നും കത്തിൽ ശങ്കർ റെഡ്ഡി ചൂണ്ടിക്കാണിച്ചു. മതേതരത്വത്തിന്റെ സന്ദേശം പകരുന്ന എന്റെ രക്ഷകൻ എന്ന ബൈബിൾ സ്റ്റേജ് ഷോ തലസ്ഥാനത്ത് അവതരണത്തിനായി തയ്യാറായി. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസൈപാക്യം
150 കലാകാരന്മാരും 50ഓളം പക്ഷിമൃഗാദികളും അണിനിരക്കുന്ന ബൈബിൾ ഷോയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സൂര്യകൃഷ്ണമൂർത്തിയാണ്. വി മധുസൂദനൻ നായരുടെ വരികൾക്ക് രമേശ് നാരായണനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഈ മാസം 20-നാണ് ആദ്യ പ്രദർശനം നടക്കുക. തട്ടേക്കാട് വനത്തിൽ നായാട്ട് സംഘാംഗം വെടിയേറ്റു മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് യുവാവിന്റെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ടോണിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പിതാവ് മാത്യു പരാതി നൽകിയിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് അറസ്റ്റിലായ 3 പേരും റിമാൻഡിലാണ്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് തട്ടേക്കാട് വനത്തിൽ വെച്ച് വഴുതനപ്പള്ളി ടോണി വെടിയേറ്റു മരിച്ചത്. ടോണിയോടൊപ്പം നായാട്ട് സംഘത്തിലുണ്ടായിരുന്ന ബേസിലിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അജേഷ് ഷൈറ്റ് എന്നിവർ ഒളിവിൽ പോകുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യവേ ഷൈറ്റിന്റെ കൈവശമുണ്ടായിരുന്ന തോക്കുകൊണ്ട് ആനയെ വെടിവെച്ചപ്പോൾ അബദ്ധത്തിൽ ടോണിക്ക് കൊള്ളുകയായിരുന്നുവെന്ന് മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ടോണിയുടെ പിതാവ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. പ്രതികളിൽ ഒരാളായ ഷൈറ്റിന് ടോണി 2 ലക്ഷത്തിലധികം രൂപ കൊടുത്തിരുന്നതായി ടോണി ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ടോണിയുടെ പിതാവ് മാത്യു പറഞ്ഞു. എനിക്ക് എന്നാ സത്യം എന്നാന്ന് അറിയിക്കാൻ കഴിയും. ഞാൻ നായാട്ടുകാരനല്ല, എൻ്റെ മകൻ നായാട്ടുകാരനല്ല. പിന്നെ സാമ്പത്തികമായിട്ട് ഇവൻ കാശ് കൊടുത്തു എന്നുള്ള ഡയറി നോക്കിയപ്പോൾ പരിക്കേറ്റ മകനെ തന്റെ വീടിന്റെ മുൻവശത്തുകൂടി കൊണ്ടുപോയിട്ടും തങ്ങളെ അറിയിച്ചില്ലെന്നും സംഭവത്തിന് ശേഷം 4 മണിക്കൂറോളം പ്രാഥമിക ചികിത്സ നൽകാതിരുന്നതും കൂടുതൽ ദുരൂഹമാണെന്നും മാത്യു പറഞ്ഞു. തന്റെ പരാതി പരിഗണിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മാത്യു അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കണ്ണൂരിൽ മറ്റന്നാൾ നടത്താനിരുന്ന ബസ് സമരം മാറ്റിവെച്ചു. 19-ന് നടത്താനിരുന്ന സമരം 24-ലേക്കാണ് മാറ്റിയത്. കലോത്സവം പ്രമാണിച്ചാണ് മാറ്റമെന്ന് സമരക്കാർ അറിയിച്ചു. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കണ്ണൂരിൽ തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വിവരങ്ങളുമായി ബിജേഷ് ചേരുകയാണ്. ബിജേഷ്, പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ് തന്നെയായിരുന്നു പുരോഗമിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കൂടി. ഗ്രീഷ്മ, തീർച്ചയായിട്ടും ഗ്രീഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രൗഢഗംഭീരമായ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ അവസാനിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ആനുകാലിക പ്രസക്തിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ്. കലാകാരന്മാരും എഴുത്തുകാരും സാമൂഹിക ചിന്തയ്ക്ക് വളരെ ഊർജം നൽകുന്നവരാണ്. അവർ സമൂഹത്തിൻ്റെ ചാലക ശക്തികളാണ്. പക്ഷേ ഇന്നത്തെ ഈ പ്രത്യേക ചുറ്റുപാടിൽ അവരെ ചിലരെങ്കിലും രാജ്യം വിടണം എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് ചിന്താഗതി വന്നിട്ടുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുന്നതാണ്. അത് അനുവദിച്ചുകൂടാ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ മത്സരങ്ങൾക്കപ്പുറത്തേക്ക് അനാരോഗ്യപരമായ മത്സരങ്ങൾ ഇതുപോലുള്ള കലോത്സവ വേദികളിൽ ഉണ്ടാവരുത്. മത്സരിച്ച് സമ്മാനം നേടുക എന്നത് മാത്രമല്ല, അതിനുമപ്പുറത്ത് തങ്ങൾ കുറേ കാലമായിട്ട് മത്സരിക്കാൻ വേണ്ടി പരിശീലനം നേടിയിട്ടുള്ള കലകൾ ഏതാണോ ആ കലകൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത് ഒരു കലാകാരൻ്റെ വളർച്ചയ്ക്ക് ഉതകുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നടക്കുന്ന കലോത്സവം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലോത്സവമാണ്. 10 വർഷങ്ങൾക്ക് ശേഷം കണ്ണൂരിൽ ഈ കലോത്സവം എത്തുമ്പോൾ അത് കണ്ണൂരിലെ ജനത ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതിന് കണ്ണൂർ ജനതയ്ക്ക് പ്രത്യേക നന്ദിയും മുഖ്യമന്ത്രി രേഖപ്പെടുത്തുകയുണ്ടായി. വിദ്യാഭ്യാസ മന്ത്രിയാണ് അധ്യക്ഷത വഹിച്ചത്. സ്വാഗത സംഘം ചെയർമാൻ കടന്നപ്പള്ളി രാമചന്ദ്രനായിരുന്നു സ്വാഗതം പറയുകയും ചെയ്തത്. എന്തായാലും പ്രൗഢഗംഭീരമായ ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന സ്വാഗത ഗാനത്തിന് ശേഷമാണ് ഉദ്ഘാടന പ്രസംഗവും ഉദ്ഘാടന സമ്മേളനവും നടന്നത്. ഇപ്പോൾ ആശംസാ പ്രസംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കണ്ണൂരിൽ തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഗായിക KS ചിത്ര മുഖ്യാതിഥിയായി എത്തിയിരുന്നു.